ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്നത്തെ റെസിപ്പി ഒരു ഐസ്ക്രീമാണ്. രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലോ മിക്സിയിൽ വെറും 2 ചേരുവകൾ വെച്ച് ഒരു മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, എല്ലാവർക്കും വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ, കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണെന്ന്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ പോലെ 1 മിനിറ്റിനകത്ത് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് 2 കപ്പോളം, അതായത് 500 ml ഞാൻ വിപ്പിംഗ് ക്രീം, അല്ലെങ്കിൽ ഇതിനിപ്പം ഡബിൾ ക്രീം, ഹെവി ക്രീം, ഫ്രഷ് ക്രീം എന്നൊക്കെ പറയും, അത് 2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക്. 2 കപ്പ് ക്രീമിന് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. എനിക്കൊരു 1/2 കപ്പ് കറക്റ്റാണ്. ഇതിന് മധുരം കൂടുതലും ഇല്ല, കുറവുമില്ല, ഒരു മീഡിയം ആണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വാനില എസൻസ് ചേർക്കാം. അതിനൊരു നിർബന്ധമില്ല. വാനില എസൻസ് ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. ഇനിയിപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി ജാം ഉണ്ടാവുമല്ലോ, ആ സ്ട്രോബെറി ജാം ഒരു 2 ടേബിൾ സ്പൂണോളം സ്ട്രോബെറി ജാം ഇതിനകത്ത് ചേർത്ത് ഇപ്പം മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ മതി. അതല്ല പ്ലെയിൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ക്രീമും ഈ കണ്ടൻസ് മിൽക്കും മാത്രം ചേർത്ത് നമ്മളൊരു ഹൈ സ്പീഡിൽ, ഏത് 3-ലായിരിക്കുമല്ലോ, അപ്പോൾ 3-ൽ ഇട്ടിട്ട് ഒരു 1 മിനിറ്റോളം നമ്മൾ നിർത്താതെ അങ്ങ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിവിടെ കറക്റ്റ് 1 മിനിറ്റാണ് എടുത്തത്. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഐസ്ക്രീം ഇവിടെ റെഡിയാണ്. ഇപ്പോൾ അത് ഓരോരുത്തരുടെ മിക്സിക്ക് അനുസരിച്ച് മാറ്റം വരും. 1 1.5 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1-നകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് എന്തായാലും ഇപ്പോൾ എനിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പതുക്കെ മിക്സിയുടെ ശബ്ദത്തിനൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ. അതായത് അത്ര നേരം വളരെ സ്മൂത്തായിട്ട് അടിച്ചുകൊണ്ടിരുന്ന മിക്സി പെട്ടെന്ന് അതിങ്ങനെ അടിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിക്സിക്കകത്തുള്ള ക്രീം നല്ലതുപോലെ ടൈറ്റ് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഞാനിതിപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. വെറും 1 മിനിറ്റ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നു. അതുപോലെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ ഒരു ക്രീം നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം നിങ്ങൾ ഫ്രീസറിനകത്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നല്ല പെർഫെക്ഷനിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 20 മിനിറ്റ് മുന്നേ ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പെർഫെക്റ്റായി വരാനും അത് ഹെൽപ്ഫുള്ളാണ്. ഇതൊരു ടിപ്പാണ്, അത് ചെയ്യുക. നോർമലി നമ്മൾ ക്രീം എന്തായാലും ഫ്രിഡ്ജിനകത്തായിരിക്കും വെക്കുന്നുണ്ടാവുക, പക്ഷേ ഇതൊരു ഫ്രീസറിനകത്ത് ഒരു 20 മിനിറ്റ് വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയാണ്. ഞാനത് ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രം, ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ഐസ്ക്രീം നമുക്കൊന്ന് മാറ്റി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവും. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ കൊണ്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ ഉറപ്പായിട്ടും ഐസിൻ്റെ തരികളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഐസ്ക്രീമിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പേപ്പർ ഇട്ട്, അതായത് ഫിലിം പേപ്പർ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കുഴപ്പമില്ല, നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അങ്ങനത്തെ ഒരു മൂടിക ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഒരു മൂടിക വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ടൈറ്റ് ചെയ്ത് അടയ്ക്കുകയാണ്. എന്നിട്ട് ഞാനിത് ഫ്രീസറിനകത്ത് 4 മണിക്കൂറിന് മുതൽ നിങ്ങൾക്ക് വെക്കാം. മിനിമം 4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുക. എന്നാലും നല്ലതുപോലെ ഇരിക്കുള്ളൂ ഐസ്ക്രീം. പക്ഷെ ഞാനിവിടെ ഒരു 4 മണിക്കൂർ കഴിയുമ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഐസ് പോലെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എടുക്കാൻ പോവാണ്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്നു നോക്കാൻ പോവാട്ടോ. കണ്ടോ, നമ്മൾ ഫിലിം പേപ്പർ ഇട്ടത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ചെറിയ ഐസ് തരികളൊക്കെ ഈ പേപ്പറിന്മേൽ എടുപ്പുണ്ട്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, കണ്ടോ ഇപ്പോൾ അവിടെ വീഴുന്നത് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ഫിലിം പേപ്പർ എടുക്കുന്നത്. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ ഐസ്ക്രീം നല്ല അടിപൊളിയായി വന്നിട്ടില്ലേ. അപ്പോൾ നിങ്ങളൊരു രാത്രി മുഴുവൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കൂടെ രസം ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഈ ഒരു സൂത്രം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
സ്ട്രോബെറി ജാം ഉണ്ടെങ്കിൽ സ്ട്രോബെറി ജാം 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് നമ്മൾ ആ മിക്സിക്ക് അടിക്കുന്നപ്പം അതിനൊപ്പം അടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രോബെറി ഐസ്ക്രീമായി. ഇനി ആപ്പിൾ ജാം ഉണ്ടോ ആപ്പിൾ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാം കേട്ടോ. ഞാനതിപ്പോൾ ഇതൊരു സ്കൂപ്പ് വെച്ചിട്ടാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ നമ്മുടെ ഈ ഒരു ഐസ്ക്രീം. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കുറച്ച് സോഫ്റ്റായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഹാർഡാക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐസ്ക്രീം റെഡിയാണ്. 2 ചേരുവകൾ മാത്രം ചേർത്തിട്ട് 1 മിനിറ്റ് കൊണ്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്ന ഐസ്ക്രീം ഇത്ര എളുപ്പത്തിൽ ഇനി നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇപ്പോൾ സമ്മർ സീസണാണ്, നമ്മുടെ നാട്ടിലൊക്കെ നല്ല വെയിലും ഒക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് വെക്കേഷനും കൂടിയല്ലേ, അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർ ശരിക്കും ഇത് എൻജോയ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് വേറെ കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.